DTH കണക്ഷൻ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ടെക്നീഷ്യൻ കസ്റ്റമേഴ്സിന് ടാറ്റ പ്ലേ പ്രോഡക്ട്സിനെ കുറിച്ചും സർവീസസിന്റെ കാര്യങ്ങളെക്കുറിച്ചും പഠിപ്പിച്ചു കൊടുക്കുന്നതിന് പ്രോഡക്ട്സ് ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നു. ഡെമോൺസ്ട്രേഷൻ ശരിയായി നൽകുന്നതിനായി നാം എല്ലാ കാര്യങ്ങളും കൃത്യമായി ക്രമീകരിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് വരാൻ പോകുന്ന വീഡിയോകളിൽ നിന്ന് മനസ്സിലാക്കാം. ഡെമോൺസ്ട്രേഷൻ തുടങ്ങുന്നതിന് മുൻപ് STB ശരിയായി കണക്ട് ചെയ്തിട്ടുണ്ടോ എന്നും അതിലേക്ക് സാറ്റലൈറ്റിൽ നിന്നും വരുന്ന സിഗ്നൽ സ്ട്രെങ്ത് മാക്സിമം ആണോ എന്നും ഉറപ്പുവരുത്തണം. അതിനുശേഷം വീട്ടിലുള്ള എല്ലാ അംഗങ്ങളെയും ഒരുമിച്ചിരുത്തി ഡെമോൺസ്ട്രേഷൻ ആരംഭിക്കാം. ആദ്യമായി STB ഓൺ ഓഫ് ചെയ്യുന്നതും ടിവിയുമായി കണക്ട് ചെയ്യുന്നതും പഠിപ്പിക്കാം. അതിനുശേഷം സബ്സ്ക്രൈബർക്ക് റിമോട്ട് ബട്ടൺസിനെ കുറിച്ചും റിമോട്ട് പെയറിംഗിനെ കുറിച്ചും പറഞ്ഞു കൊടുക്കുന്നു. ഇതിനുശേഷം നിരവധി പ്രധാന വിശദാംശങ്ങൾ സബ്സ്ക്രൈബേഴ്സിന് ഓരോന്നോരോന്നായി നൽകേണ്ടതുണ്ട്. അതായത് വിവിധ തരം സെറ്റിംഗ്സ് ക്രമീകരണങ്ങൾ വിശദീകരിക്കണം. പാക്കേജിനെ കുറിച്ചും റീചാർജിനെ കുറിച്ചും വിവരങ്ങൾ നൽകണം. ടാറ്റ പ്ലേയിൽ ലഭ്യമാകുന്ന വിവിധ സേവനങ്ങളെക്കുറിച്ച് വിശദീകരിക്കണം. എന്നാൽ ഇതെല്ലാം നിങ്ങൾ എങ്ങനെ ഓർക്കുമെന്ന് നിങ്ങൾ ആശ്ചര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട. ഞങ്ങൾ ഈ പ്രോസസ് വളരെ എളുപ്പത്തിൽ പഠിപ്പിക്കുന്നു. അതിൽ നിങ്ങൾ ഒരു ഫോർമുല മാത്രം ഓർമ്മ വയ്ക്കണം. അതിന് നമ്മൾ ഡെമോ എന്ന് പറയുന്നു. അതിന്റെ സ്പെല്ലിംഗ് ആണ് DEMMO. ഇപ്പോൾ ഡെമോ എന്ന ഒരു വാക്കുപയോഗിച്ച് മുഴുവൻ ഡെമോൺസ്ട്രേഷൻ പ്രോസസ്സും എങ്ങനെ ഓർമ്മിക്കാൻ കഴിയുമെന്ന് നമുക്ക് ഓരോന്നായി മനസ്സിലാക്കാം. ആദ്യം വരുന്ന ഡിയിൽ നിന്നും ഡിവൈസ്, അതായത് STB. ഈ സ്റ്റെപ്പിൽ നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് സെറ്റ് ടോപ്പ് ബോക്സിനെ കുറിച്ച് നന്നായി പറഞ്ഞു കൊടുത്തതിന് ശേഷം റിമോട്ടിന്റെ ബട്ടൺസിനെ കുറിച്ചും റിമോട്ട് പെയറിംഗിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ചും വിവരം നൽകുന്നു. ഇത് മാത്രമല്ല, ഈ സ്റ്റെപ്പിൽ സബ്സ്ക്രൈബർ ഐഡിയെക്കുറിച്ചും RMNനെ കുറിച്ചും മനസ്സിലാക്കിക്കും. അതിനുശേഷം വരുന്നു ഇയിൽ നിന്നും EPG. ഈ സ്റ്റെപ്പിൽ നമ്മൾ സബ്സ്ക്രൈബറോട് EPG അഥവാ ഇലക്ട്രോണിക് പ്രോഗ്രാം ഗൈഡിനെ കുറിച്ച് വിശദീകരിക്കുക മാത്രമല്ല, EPGയുടെ ലാംഗ്വേജും ഓഡിയോയും എങ്ങനെ മാറ്റാമെന്നും പറഞ്ഞു കൊടുക്കുന്നു. ഇതിനൊപ്പം നമ്മൾ ഹെൽപ്പിനെ കുറിച്ചും ഹോം സെക്ഷനെ കുറിച്ചുമുള്ള പൂർണ്ണ വിവരങ്ങൾ നൽകുന്നു. പിന്നെ വരുന്നു എമ്മിൽ നിന്ന് മൊബൈൽ ആപ്പ്. ഈ സ്റ്റെപ്പിൽ നാം സബ്സ്ക്രൈബറോട് മൊബൈൽ ആപ്പിന്റെ ഫീച്ചറിനെ കുറിച്ച് വിശദീകരിക്കുന്നു. അതിൽ ലൈവ് ടിവിയെ കുറിച്ച് പറയുന്നു. സബ്സ്ക്രൈബേഴ്സിന് അവരുടെ ടാറ്റ പ്ലേ അക്കൗണ്ട് എങ്ങനെ റീചാർജ് ചെയ്യാം, അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് അവരുടെ പാക്കേജസ് എങ്ങനെ മാറ്റാം എന്നതിനെക്കുറിച്ചും പറയുന്നു. ഇതിനുശേഷം വരുന്നത് ഓയിൽ നിന്നും ഓഫർ ഹെൽപ്പ്, അഥവാ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവിധ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ്, ഇമെയിൽ ID, മിസ്ഡ് കോൾ നമ്പേഴ്സ്, SMS ഒപ്പം വാട്സ്ആപ്പ് നമ്പറിനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നു. ഏറ്റവും അവസാനമായി ഓയിൽ നിന്നും ഓപ്പർച്യൂണിറ്റി അഥവാ സെയിൽസിന്റെ അവസരം. ഇതിൽ നിങ്ങൾക്ക് ഷോക്കേസിനെ കുറിച്ചും ടാറ്റ പ്ലേ സർവീസസിനെ കുറിച്ചും സബ്സ്ക്രൈബർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതോടൊപ്പം ആഡ് ഓൺ പാക്സും ബിങ്ങിനെ കുറിച്ചും സംസാരിച്ചുകൊണ്ട് സെയിൽസ് നടത്തുവാൻ കഴിയും. അപ്പോൾ ഡെമോയിലൂടെ മുഴുവൻ ഡെമോൺസ്ട്രേഷൻ പ്രോസസ് ഓർത്തുവെക്കാൻ എളുപ്പമല്ലേ? ഇപ്പോൾ വരാൻ പോകുന്ന വീഡിയോസിലൂടെ ഓരോന്നായി ഞങ്ങൾ അവ പഠിപ്പിച്ചു തരുന്നതാണ്.